പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. നിർമ്മലമായ ഒരു ഹൃദയം, കളങ്കമുള്ള ഹൃദയം, നിർമ്മലമായ ഹൃദയം ദൈവം ആഗ്രഹിക്കുന്ന, ഏറ്റവും ആഗ്രഹിക്കുന്ന അതാണ്. ദാവീദിനോട് ചോദിച്ചാൽ, ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തിരി പാപം ചെയ്തിട്ടുണ്ട്, തനിക്ക് ഒത്തിരി വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, കൊടുക്രൂര കൃത്യങ്ങൾ താൻ ചെയ്യേണ്ട സാഹചര്യങ്ങൾ തന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, വീണു പോയിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ടോ, ആ വീണു പോയിടത്തുനിന്ന് കിടന്ന് ഉരുളുവല്ലേ ദാവീദ് ചെയ്തത്. ദാവീദ് മുട്ടുപാട് കിടന്ന് ദൈവസന്നിധിയിൽ നിലമ്പാട് കിടന്ന് അങ്ങനെ നിർമ്മലമായ ഒരു ഹൃദയത്തോടുകൂടി താൻ കരഞ്ഞ് പ്രാർത്ഥിച്ച്, കർത്താവേ നീ എന്നോട് ക്ഷമിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിച്ചു, നെടുമ്പാട് വീണ് പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ കിടന്ന് ഒഴിലല്ലേ ചെയ്തത്, ജീവിതത്തിൽ പലതും സംഭവിച്ചു കാണും, അല്ലെങ്കിൽ സ്വതന്ത്രം. പിന്നെ അവിടെ കിടക്കല്ലേ ചെയ്തത്. ഒരിക്കൽ നമുക്ക് ദാവീദിനെ കുറിച്ച് അറിയാം, ദാവീദ് ഒരു സ്ത്രീയെ മോഹിച്ചു അല്ലെ. ആ മോഹിച്ച സ്ത്രീയോട് കൂടെ വസിക്കാൻ വേണ്ടി താൻ എന്നാ ചെയ്തത്, ആ സ്ത്രീ ഒരു ഭർത്താവുള്ള സ്ത്രീ ആയിരുന്നു. ഭർത്താവ് മരിച്ചുപോയ ആളൊന്നും അല്ലായിരുന്നു, നല്ല ഭർത്താവുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ആ ഭർത്താവ് എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്തു, ഉരിയാവിനെ ചെയ്തു, വാളുകൊണ്ട് കൊല്ലാൻ തക്കവണ്ണം പടയ്ക്ക് മുന്നോട്ട് വിട്ടിട്ട് പടയോട് പിന്നോട്ട് മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിർദ്ദേശം കൊടുത്തിട്ട് അവനെ കൊലയ്ക്ക് കൊടുത്തു. കൊലയ്ക്ക് കൊടുത്തതിന് ശേഷം ഈ സ്ത്രീയെ സ്വന്തമാക്കി. നിസാര കാര്യമൊന്നുമല്ല ചെയ്തത്. അപ്പൊ കൊലപാതകം ചെയ്തു, ശരിയാണോ? പാപം ചെയ്തു, ഇതെല്ലാം ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ, ദൈവം ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക കേട്ടോ. അല്ലേ സ്തോത്രം. അരമനയിലോട്ട് നേരെ പ്രവാചകനെ കൊണ്ട് വിട്ടു. ഇന്നത്തെ പ്രവാചകന്മാരൊക്കെ ഇന്നത്തെ പോലെ ചുമ്മാ സൂചിപ്പിക്കുന്ന ദൂത് പറയുന്ന പ്രവാചകന്മാരൊന്നും അല്ലായിരുന്നു. ആരുടെ വചനത്തിൽ സ്ഥിരമായിട്ട് ദൈവം തെരഞ്ഞെടുത്തവരെ വചനത്തിൽ നിർത്തണമെങ്കിൽ കൽപ്പനയ്ക്ക് അനുസരിച്ച് നിർത്തണമെന്ന് തുടങ്ങി. ആരുടെ അരമനെ ചെന്നിട്ടാണല്ലോ അവരോട് പറയാനുള്ള ദൂത്. ആരുടെ സ്വന്തം ചങ്കുറപ്പോടുകൂടി പറയാൻ വേണ്ടിട്ട് തല പോയാലും ആരുടെ പറയാനുള്ള ദൂത് പറയാനുള്ള ആരുടെ സ്വന്തം ആ വലിയ ആ ഒരു ധൈര്യം ആ പ്രവാചകന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നാഥാൻ പ്രവാചകൻ അല്ലേ നേരെ അരമനയിലോട്ട് കയറി ചെന്നത്. അതിന്റെ താൻ ഒരു ഉപമയോടുകൂടി കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, നീയാണ് ആ ചെയ്ത മനുഷ്യൻ, നീയാ. അദ്ദേഹം സരസമായ ഉപമയോടുകൂടി പറഞ്ഞിട്ട് ഇവനെ എന്നെ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അവനെ ഭൂമിയുടെ മുകളിൽ വെച്ചേക്കരുത്, പുള്ളിയുടെ ഓർഡർ. ദാവീദ് തന്നെ പറഞ്ഞതെന്നാണ്, അവനെ ഭൂമിയുടെ മുകളിൽ വെച്ചേക്കരുത്. ദാവീദ് തന്നെ കൽപ്പന ഇട്ടത്. ആ കൽപ്പനയിട്ട് പറഞ്ഞ് നാവ് തീരുന്നതിന് മുമ്പ് നാഥാൻ പ്രവാചകൻ പറയാ, അത് നീയാന്ന് പറയുമ്പോ എന്നെ ഇത് പുള്ളി എന്നെ ഇതേ പ്രവാചകനെ വെട്ടിക്കൊല്ലുവായിരുന്നു ചെയ്തേ. ദൂത് മറച്ചു വെക്കാൻ, അയ്യോ ഇത് ലോകം പറയുന്നത്, പുറം ലോകം അറിയുമെന്ന് പറഞ്ഞിട്ട് പ്രവാചകനെ വെട്ടിക്കൊല്ലുവാണ് ചെയ്തത്. അഭിഷേകമുള്ളവരെന്നെ ചെയ്യുമെന്ന് അറിയാമോ? ഒരിക്കലെങ്കിലും അവന്റെ ശരീരത്തിൽ അഭിഷേകം വന്നിട്ടുണ്ടെങ്കിൽ, ഒരിക്കലെങ്കിലും അവന്റെ ശരീരത്തിൽ അവന്റെ ശിരസിൽ ആനന്ദ തൈലം വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അഭിഷേകമുള്ളവരെ അറിയാമോ? അതിന്റെ പ്രവാചകനെതിരെ വാളവുമാനല്ല ചെയ്യുന്നത്, അതിന്റെ ദൂതിനെ മൂടിക്കെട്ടാൻ വേണ്ടി അല്ല ചെയ്യുന്നത്. അവനെന്നെ ചെയ്യുന്നത് നെടുമ്പാട് വീട് ദൈവത്തോട് കരയുവാൻ അവിടെ അയച്ചില്ല. ഇന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൽ നമുക്ക് കുറവുകൾ വന്നു കാണും, തെറ്റുകൾ വന്നു കാണും, വീഴ്ചകൾ വന്നു കാണും. പക്ഷെ നെടുമ്പാട് വീട് കരയാനൊരു അതിന്റെ കണ്ണ്, ഒരു കണ്ണുനീര് പൊഴിക്കുവാനുള്ള ഒരു കണ്ണും അതിന്റെ വിടകാലം വളക്കാനുള്ള ഒരു മുട്ട് നിനക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സമർപ്പണത്തോടു കൂടി താഴെ വീണ് ദൈവത്തിന്റെ നെടുമ്പാട് വീട് കരഞ്ഞെങ്കിൽ, അതിന്റെ സ്വതന്ത്രം നിന്റെ മേൽ ഭവിക്കാനിരിക്കുന്ന ചില അതിന്റെ ദൈവിക കോപങ്ങളിൽ നിന്ന് ദൈവത്തിനെ വിടുവിക്കപ്പെട്ട് ഒരു വലിയ ദൈവിക അനുഗ്രഹങ്ങളിലേക്ക് ചുവടുകൾ എടുത്ത് വയ്ക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിന്റെ സ്ഥിതിയെ മാറ്റും. അല്ലാതെ ഓടി ഒളിക്കുന്നവനായിട്ടും ദൂത് പൊതിഞ്ഞു കിട്ടുന്നവനായിട്ട് ഇത് എനിക്കുള്ള അല്ല വേറെയാണെന്ന് പറഞ്ഞ് തട്ടി മാറ്റി വിടുന്നവനായിട്ട് മാറാതെ, അല്ലേ സ്തോത്രം. കരങ്ങളെ ശ്രമിച്ചാട്ടെ. ചിലരൊക്കെ ആ ലേറ്റി വന്നു കഴിഞ്ഞാൽ ആരുടെ ഫ്രണ്ടിൽ വന്ന് ഇരിക്കുന്നത്, ആരുടെ സ്വതന്ത്രം വേറൊരു സഹായികമായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൂർത്ത ഒരു ആയുധം പോലുള്ള ഇങ്ങനെ ഇരിക്കുന്നത് വെച്ച്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റർ ഇവിടെ നയിക്കുന്ന അതിന്റെ സ്വതന്ത്രം ബുള്ളറ്റ് അവിടെ വന്നിട്ട് ചെതറി പുറകിരിക്കുന്ന നെഞ്ചത്തോട്ട് കയറിക്കോട്ടെ, എനിക്കിട്ട് കയറണ്ട പറയുന്നത്. ആ രീതിയിലിരിക്കുന്നത് നിനക്കുള്ള ദൂതാണ്, നീ അത് ഏറ്റെടുക്കണം. പുറകിരിക്കുന്നവരിട്ടൊന്നുമല്ല, അറിയാ നിന്റെ ഹൃദയത്തോടാണ് സംസാരിക്കുന്നെങ്കിൽ, നിന്നോടാണ് ഇടപെടുന്നെങ്കിൽ, ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ഇസ്രായേലിലെ യഹൂദരെ ഒരുമിച്ച് ഭരിച്ചിരുന്നതായിട്ടുള്ള ഏറ്റവും വലിയ അഭിഷിക്തനായിട്ടുള്ള ഇശായിയുടെ കുട്ടിയിൽ നിന്നും ആരുടെ യേശു ക്രിസ്തു ജനിക്കുമെന്നും ദാവീദ് പുത്രനായ യേശു ക്രിസ്തു ജനിക്കുമെന്നും പറയുവാൻ തക്കവണ്ണം അതിന്റെ അരമനയിൽ അതുപോലെ അധികാരത്തിൽ വാണ ഒരു രാജാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ദാവീദാണെങ്കിൽ, ആ ദാവീദ് രാജാവ് പോലും തനിക്കെതിരെ വന്ന ദൂത് അത് സത്യമാണെന്ന് താൻ തിരിച്ചറിഞ്ഞപ്പോൾ നിർമ്മലമായ ഒരു
ഹല്ലേലൂയ. നീ ആയുസ് എത്താതെ ദൈവത്തിന്റെ അഭിഷിക്തന്മാരിൽ കൂടി എത്തുന്ന ദൂത് അത് നിന്നോടുള്ളതാണെന്ന് നീ ഏറ്റെടുത്ത് നെടുമ്പാട് വീട് കരയുവാൻ ദൈവം നിനക്ക് ഒരു അവസരം തന്നാൽ അറ്റാക്ക് വന്ന് നീ കുഴഞ്ഞു വീണ് തീരത്തൊന്നുമില്ല. ഇഷ്ടം പോലെ കുഴഞ്ഞു വീണ് തീരുന്നവരുടെ സമയമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും അതെ പോവാമേ. എവിടെ നോക്കിയാലും 31 വയസ്സുള്ളവൻ തീരുന്നു, 42 വയസ്സുള്ളവൻ തീരുന്നു, 70 ഉള്ളവൻ തീരുന്നു, 20 ഉള്ളവൻ തീരുന്നു. കുഴഞ്ഞു വീണു അല്ലെ? പത്രം എടുത്ത് നോക്ക്. ഹല്ലേലൂയ, സ്തോത്രം. കുഴഞ്ഞു വീണ് മരിക്കുക. ജീവി എടുത്ത് നോക്ക്, നമുക്ക് മരിക്കുക. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, സെക്രട്ടേറിയറ്റിൽ ഡാൻസ് ആടിക്കൊണ്ടിരുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിച്ചു. എല്ലാവരും മരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിനോട് ദൂത് പറയുക. ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ചെയ്തു പോയ പാപത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ദൂത് പറയുമ്പോൾ ആ ദൂത് ഏറ്റെടുത്ത നെടുമ്പാട് വീണ് കരഞ്ഞ് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ക്രിസ്തുയേശുവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ച് മുന്നോട്ട് ചുവടുവെക്കുന്ന നീ കുഴഞ്ഞു വീഴാൻ ദൈവം സമ്മതിക്കത്തില്ല. കാലസമ്പൂർണ്ണതയിൽ പിതാക്കന്മാരോട് ചേരുവാനുള്ള ദീർഘായുസ്സിനെ കൽപ്പിക്കുന്ന ഒരു ദൈവം നിന്നെ അനുഗ്രഹിച്ച് മാനിക്കുവാനൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ലോകത്ത് എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ആപ്പിളിന്റെ മുതലാളി വരെ ഇവിടെ ആയുസെത്താതെ മരിച്ചല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. അതിന് ലോകത്തെ കിടുകിടപ്പിച്ച ഒറ്റ പാട്ട് പാടി കഴിഞ്ഞു കഴിഞ്ഞാൽ വേദി മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ച മൈക്കിൾ ജാക്സൺ ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം ആയുസെത്താതെ പോയതേ. ഹല്ലേലൂയ. അങ്ങനെ എത്രയോ പ്രഗൽഭന്മാർ, പ്രശസ്തർ ഹല്ലേലൂയ ഇന്ന് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, പാസ്റ്ററെ ഉപദേശിമാരും ചാവുന്നുണ്ടെന്നേ. ഉണ്ട്, മരിക്കുന്നുണ്ട്. പക്ഷെ അവൻ കുഴഞ്ഞു വീണല്ല മരിക്കുന്നത്. അവന്റെ തൊണ്ടയിൽ ബുള്ളറ്റ് കയറുമ്പോഴും അവന്റെ ഹല്ലേലൂയ ശബ്ദ നാളത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറുമ്പോഴും യേശുവിനെ പ്രസംഗിച്ചിട്ടാ അവൻ മരിക്കുന്നത്. തല അറുത്ത് താഴെയിട്ടാലും യേശുവിനെ പ്രസംഗിച്ചിട്ടാ മരിക്കുന്നത്. ഹല്ലേലൂയ. ഗ്രഹാം സ്റ്റെയിൻസിനെയും കുഞ്ഞുങ്ങളെ ഇവിടെ ചുട്ടരിച്ച് കൊന്നപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. പാവപ്പെട്ടവന്റെ വ്രണത്തെ കഴുകി വൃത്തിയാക്കി അവന് വേണ്ടുന്നതെല്ലാം കൊടുത്ത് യേശുവിനെ പ്രസംഗിച്ച് ദൈവത്തിന്റെ സ്നേഹം ഹല്ലേലൂയ അവിടേക്ക് പകർന്നു കൊടുത്തിട്ട് വന്നിട്ടാ അവൻ മരിച്ചത്. അവൻ എവിടെ മരിച്ചു വീഴുന്നോ അവൻ സ്വസ്ഥതയിലേക്ക്, ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു വാർത്തയാണ്. അമേരിക്കയിൽ അടുത്ത പ്രസിഡന്റ് പോലും ആകുമോ എന്ന് ചിന്തിച്ച യൗവനക്കാരുടെ ഇടയിൽ ഹല്ലേലൂയ, സ്തോത്രം, വളരെയധികമായി പ്രസിദ്ധമായി അമേരിക്ക കംബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, അമേരിക്കയിൽ ഉടനീളം സർവകലാശാലകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പോയി പ്രസംഗങ്ങൾ നടത്തി, പ്രബോധനങ്ങൾ നടത്തി, ഈ ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്, പകർന്നു കൊടുത്ത്, ആശയവിനിമയങ്ങൾ നടത്തി ജനത്തെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചുകൊണ്ടിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ. കഴിഞ്ഞ ദിവസം 2000 പേർ കൂടിയിരുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ ചില വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തേക്ക് ദൂരെ നിന്ന് മാറിയിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിലേക്ക് നിറയൊഴിക്കുവാനൊക്കെ തീർന്നു. അദ്ദേഹത്തിന്റെ ഈ തൊണ്ടക്കുഴി തുറച്ച് വെടിയുണ്ട പോയി അദ്ദേഹം ആ കസാരയിൽ നിന്ന് ഇങ്ങനെ വീഴുവാട്ടത്തോടെ എത്തിയിരുന്നു. 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്, അദ്ദേഹത്തിന്റെ ഭാര്യയുള്ളത്. എത്രയോ പേരെ സത്യത്തിന്റെ പാതയിലേക്ക്, നീതിയിലേക്ക്, മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ അനുഭവത്തിൽ നിന്നും, ലോകത്തിൻ്റെതായിട്ടുള്ള മ്ലേച്ഛകരമായ അനുഭവത്തിൽ നിന്നും, പാപത്തിന്റെ നാശകൂപത്തിൽ നിന്നും ഹല്ലേലൂയ സ്വർഗത്തിന്റെ പടിവാതിലേക്ക് പിടിച്ചു വലിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ ശബ്ദനാളങ്ങളെ അദ്ദേഹം ഉപയോഗിച്ചു. അനേകരെ ദൈവത്തിലേക്ക് തിരിച്ചു. പക്ഷെ ആയുസ്സുണ്ടായില്ല അദ്ദേഹത്തിന്. ഹല്ലേലൂയ ഉതിർത്ത് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇവിടെ കൊണ്ട് ഈ പ്രസംഗം തീർന്നു കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. അല്ലെ ഷാർട്സ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒന്നാലോചിച്ച് ഹല്ലേലൂയ സ്തോത്രം. അദ്ദേഹം നീ ഓർക്ക് ഒറ്റ വെടിയൂട്ട കൊണ്ട് ഒരു ചാർജ് നിങ്ങൾക്ക് തീർന്നതാ ഓർക്കുന്നല്ലേ? ഹല്ലേലൂയ സ്തോത്രം. എടാ, ഭൂമിയിൽ എത്ര ഭൂഖണ്ഡമുണ്ടോ, എത്ര രാജ്യമുണ്ടോ, എത്ര സംസ്ഥാനമുണ്ടോ, എന്തിനു വേറെ എത്ര വാർഡുകൾ പഞ്ചായത്ത് തലത്തിലുണ്ടോ, ഒരു ചാർജ് തീർന്ന അവിടെ നിന്ന് ഓരോ വാർഡിൽ നിന്നും ഓരോരുത്തരെ സ്വർഗം എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ വെടിയുതിർക്കുന്ന നിന്റെ ഹൃദയത്തിൽ കയറി യേശു വാഴുന്ന ദിനം ആസന്നമാണെന്ന് നീ ചിന്തിച്ചു. ഹല്ലേലൂയ സ്തോത്രം. കരങ്ങളെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. സുവിശേഷം പറയുന്ന ഒത്തിരി പേരെ തലയറുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേരെ തലകീഴായി ക്രൂശിച്ചിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഇന്നും സുവിശേഷത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല കേട്ടോ. ഈ പുസ്തകം ഒത്തിരി പേര് മടക്കാൻ വേണ്ടിയിട്ട് പല പദ്ധതി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഒത്തിരി പേര് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് കത്തിക്കുന്നോറും ഈ പുസ്തകത്തിന്റെ പ്രസിദ്ധിയും പ്രസിദ്ധീകരണവും വർദ്ധിച്ചു വരികയല്ലാതെ ഇത് അനേകരെ മാനസാന്തരപ്പെടുത്തി
ഭാരമുണ്ടായിപ്പോയി. ഹല്ലേലൂയ, സ്വതന്ത്രം. കരുതി തോന്നി. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരുതുന്നവൻ ദൈവത്തിന് വിട്ടുകൊടുക്കണം. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയെ ഓടും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന് ഒരു വിശാലത വേണം. നമുക്ക് ഇന്ന് പലപ്പോഴും പറ്റുന്നതെന്നറിയോ? വാക്കുകൾക്ക് വിശാലതയുണ്ട്, അല്ലേ? മനുഷ്യന് ഒരു പ്രത്യേക വാക്കുകൾക്ക് ഭയങ്കര വിശാലതയാണ്. ചില പ്രവൃത്തികൾക്കും വിശാലതയാണ്. ഹൃദയത്തിന് വിശാലതയില്ല. ഹൃദയം ഇടുക്കമുള്ള ഹൃദയത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. പലരുടെയും ഹൃദയം ഭാര്യ, മക്കൾ, അത്രേ ഉള്ളൂ. മക്കളുണ്ടായ വേണേ അവരെയും കൂടെ, അത്രേ ഉള്ളൂ. ഞാന് എന്റെ കുടുംബവും. എന്നാ വചനത്തിൽ പറഞ്ഞില്ല, ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് പറയുന്നുണ്ട്. അത് നടക്കത്തില്ല. ഞാനും എന്റെ കുടുംബം എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം. അതാണ് വിശാലതയില്ലാത്ത നീ. ഹല്ലേലൂയ, സ്വതന്ത്രം. നടക്കാൻ പോയിട്ട് ഒന്ന് എഴുതേക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ സ്വർഗം പറയുകയാണ്, വിശാലമുള്ള ഹൃദയമുള്ളവൻ എന്ത് ചെയ്യും? അവന്റെ കൽപ്പനകളിൽ വഴിയെ ഓടും. ഒന്ന് പറ, ഉറക്കെ പറ, ഓടും. അപ്പൊ അതുകൊണ്ട് ഒരു വിശാലമായ ഒരു ഹൃദയത്തിന് ഉടമയായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അടുത്ത വാക്യം വായിച്ചട്ടെ. 45, 44, 45 വായില്. അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടപെടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. കേട്ടോ? ഇത് ഇടപെടാതെ, അച്ഛാ ഇത് കേട്ടാ, ഒന്ന് ശ്രദ്ധിച്ചേ. ഇടപെടാതെ ഒരു ദിവസം ഉണ്ടോ? പിന്നെന്താ? എന്നേക്കും ഒരു ദിവസം പ്രമാണിക്കും. ഒരു ഞായറാഴ്ച പ്രമാണിക്കാനുള്ള സംഭവം അല്ലിത്. ഒരു ഞായറാഴ്ച ഉപദേശം കാണുമ്പോൾ, ആലയത്തിലേക്ക് വരുമ്പോൾ, മറ്റു ദൈവങ്ങളെ